ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫിറ്റ്നസിനെ കുറിച്ചോ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും സംസാരിക്കുന്നില്ല. ഇന്ന് സംസാരിക്കാൻ പറ്റുന്ന വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നലെ തൊട്ട് നമ്മൾ ടി വി ന്യൂസൊക്കെ ഓൺ ചെയ്യുമ്പോൾ കേൾക്കുന്ന ഒരു വിഷമം തോന്നിക്കുന്നൊരു വാർത്തയാണ്. ഒരു 23-കാരൻ 5 പേരെ കൊലപ്പെടുത്തിയ ഒരു വളരെ നിഷ്ഠൂരവും വേദനിപ്പിക്കുന്നതായിട്ടുള്ള ഒരു വാർത്ത. സത്യത്തിൽ അത് കണ്ടിട്ട് കണ്ണ് നിറഞ്ഞുപോയി. കാരണം ഈ 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അവൻ എന്തിനു വേണ്ടിയിട്ടാണ് ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഈ 5 കൊലപാതകങ്ങൾ നടത്തിയത്? അതിൽ ഒന്നാമത്തേന്ന് പറഞ്ഞാൽ അവൻ്റെ ഉമ്മയാണ് അവനെ 10 മാസം നൊന്ത് പ്രസവിച്ച് വളർത്തി വലുതാക്കിയ അവൻ്റെ ഉമ്മയെ അവൻ തലക്കടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു. അവർ മരണത്തിന് കീഴടങ്ങിയില്ല. പിന്നെ അവൻ്റെ സ്വന്തം കൂടപ്പിറപ്പിന് 10 വർഷങ്ങൾക്ക് ശേഷം ആ മാതാപിതാക്കൾക്ക് ജനിച്ച അവൻ്റെ ആ കൂടപ്പിറപ്പിനെ നിഷ്ഠൂരമായിട്ട് കൊലപ്പെടുത്തി. പിന്നെ അവൻ്റെ പെൺ സുഹൃത്തിന് കൂടാതെ മറ്റുള്ള 2 പേരെയും കൂടി, അതും അവൻ്റെ അടുത്ത ബന്ധുക്കൾ. എന്താണ് ആ കുഞ്ഞിനെ കൊണ്ട് അത് ചെയ്യിപ്പിച്ച ആ ഒരു മാനസിക അവസ്ഥ? രാവിലെ പത്രം വായിച്ചപ്പോൾ അതിനകത്ത് കണ്ടത് അവൻ ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ എന്തോ എനിക്കത്ര വിശ്വാസം വരുന്നില്ല. കാരണം അവനെ കണ്ടിട്ട് അങ്ങനെ ലഹരിക്ക് അടിമപ്പെട്ട ഒരു കുട്ടിയാണെന്ന് തോന്നുകയില്ല. സാമ്പത്തിക ഭദ്രതയുള്ള കുടുംബമാണെന്ന് പറയുന്നു. അവൻ്റെ ഉപ്പ വർഷങ്ങളായിട്ട് ഗൾഫിൽ സ്പെയർ പാർട്സിൻ്റെ സ്വന്തമായിട്ട് ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയാണ്. ഇവരെല്ലാം ഗൾഫിലായിരുന്നു. അത്യാവശ്യം നല്ല ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടുള്ള ഒരു കുടുംബമാണെന്നായിരുന്നു എല്ലാവരും പറയുന്നത്. അവിടെ അടുത്തുള്ള നാട്ടുകാരും എല്ലാവരും പറയുന്നത്. പിന്നെ എന്തായിരിക്കും ഇത്രയും നിഷ്ഠൂരമായിട്ടുള്ള ഈ ഒരു പ്രവൃത്തി ചെയ്യാനായിട്ട് ആ പയ്യന് പ്രചോദനമായിരുന്നു? അറിയില്ല. വളരെ വേദനിപ്പിക്കുന്ന വാർത്ത. ഇപ്പം നമ്മുടെ കേരളത്തിൽ എവിടെ നോക്കിയാലും ഇങ്ങനെയുള്ള വാർത്തകളാണ് ദിവസേന കേൾക്കുന്നത്. വളരെ സങ്കടം തരുന്ന വാർത്തകൾ. സ്വന്തം മക്കളെ കിണറ്റിലെറിഞ്ഞുകൊണ്ട് കൊല്ലുന്ന അമ്മമാർ, സ്വന്തം മക്കളെ കൊലപ്പെടുത്തുന്ന അച്ഛന്മാർ, സ്വന്തം അമ്മയെ കൊലപ്പെടുത്തുന്ന മക്കൾ. എവിടെയാണ്, എങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിന് എവിടെയാണ്, എങ്ങോട്ടാണ് ഈ പോക്ക്? ഒരു പിടിയും കിട്ടാത്ത, അന്തവും കുന്തവുമില്ലാത്ത ഒരു പോക്ക്. നമ്മുടെ ജനറേഷൻ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൻ്റെ പോക്ക് എങ്ങോട്ടാണെന്ന് ആർക്കും പറയാൻ പറ്റാത്ത അവസ്ഥ. നമ്മുടെ നിയമത്തിനൊക്കെ എന്ത് ചെയ്യാൻ കഴിയും? ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം ഒരു വ്യക്തി പഠിക്കുന്നതും വളരുന്നതും കണ്ടു വളരുന്നതുമെല്ലാം ഇപ്പോൾ വളരെ നിഷ്ഠൂരമായിട്ടുള്ള വാർത്തകളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളും വളർന്നു വരുന്നത്. ഈ 23 വയസ്സുള്ള ഈ ചെറുപ്പക്കാരൻ അവൻ്റെ ഉമ്മയെ കൊല്ലാൻ വേണ്ടിയിട്ട്, അവൻ്റെ സ്വന്തം കൂടപ്പിറപ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് എന്താണ് അവൻ്റെ മനസ്സിലുണ്ടാക്കിയ പ്രശ്നങ്ങൾ? ലഹരിക്കൊക്കെ അടിമപ്പെട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന പല വാർത്തകളും കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവൻ ലഹരിക്ക് അടിമപ്പെട്ടതാണോ എന്നുള്ളത് പോലീസാണ് അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയില്ല. എന്തായാലും വളരെ വേദനിപ്പിക്കുന്ന വാർത്തയായിപ്പോയി. ഇനിയെങ്കിലും ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കാതിരിക്കട്ടെ. നമ്മുടെ കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ച്, നമ്മുടെ കുട്ടികളെല്ലാം വലിയ വലിയ സ്കൂളുകളിൽ പഠിക്കാൻ പോകുന്നു. അങ്ങനെയുള്ള പല വലിയ ടെക്നോളജികളുമായിട്ട് ഒരു മുമ്പോട്ട് പോകുന്നു. പക്ഷേ ഇതൊക്കെ വരുമ്പോഴും മാനസിക ആരോഗ്യം വളരെ കുറഞ്ഞ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം തന്നെ എൻ്റെ വീട്ടിനടുത്തായിട്ട് ഒരു 21 വയസ്സുള്ള ഒരു പയ്യൻ തൂങ്ങി മരിച്ചു. കാര്യം വളരെ നിസ്സാരം. അവൻ്റെ അമ്മ അവനെ എന്തോ വഴക്ക് പറഞ്ഞു എന്ന കാരണത്തിലാണ് അവൻ തൂങ്ങി മരിച്ചത്. അങ്ങനെയുള്ള പല കാര്യങ്ങൾ ദിവസേന കേട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുട്ടികൾക്ക് സത്യത്തിൽ മാനസികമായിട്ട് യാതൊരു ആരോഗ്യമില്ല എന്നുള്ളതാണ് ഒരു സത്യം. നമ്മുടെ ഇറച്ചിക്കോഴികളെയൊക്കെ വളർത്തുന്ന കണക്ക് നമ്മുടെ കുട്ടികളെ നമ്മുടെ മാതാപിതാക്കൾ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുകയാണോ എന്നൊരു സംശയം. പരസ്പരം എല്ലാവരും കൂടെ ചേർന്നുള്ള ആഹാരം കഴിപ്പുകളോ കുടുംബാംഗങ്ങൾ ചേർന്നുള്ള സംസാരമോ ഇല്ലാത്ത ഒരു കാലഘട്ടമാണിത്. കുട്ടികൾ റൂം അടച്ചിട്ട്
അവരുടെ റൂമിൽ കയറിയിരുന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കാനുള്ള സമയം പോലും മാതാപിതാക്കൾക്കില്ല. അവർ ഇറങ്ങി എങ്ങോട്ടാണ് പോകുന്നതെന്ന് തിരക്കാനുള്ള ആ ഒരു ചോദ്യമോ അന്വേഷണമോ മാതാപിതാക്കൾക്കിടയിൽ നിന്നുണ്ടാവുന്നില്ല. അല്ലെന്നുണ്ടെങ്കിൽ അവർ ഏതൊക്കെ കൂട്ടുകാരുടെ ഒപ്പമാണ് അവർ സഞ്ചരിക്കുന്നതെന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ആരുമില്ല. അണുകുടുംബങ്ങൾ, വീട്ടിൽ അച്ഛനും അമ്മയും മകനും മാത്രമുള്ള കുടുംബങ്ങൾ. പണ്ടൊക്കെ എന്ന് പറയുന്ന മുത്തശ്ശന്മാരോ ബന്ധുക്കാരോ ആരെങ്കിലുമൊക്കെ വീട്ടുകളിൽ കാണും. ഇവരെന്താണ് ചെയ്യുന്നതെന്നോ എവിടേക്കാണോ പോകുന്നതെന്നോ അവർ കൃത്യമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുമായിരുന്നു. ഇപ്പം ആരെയും ഭയമില്ലാതെ സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള തീരുമാനങ്ങളെടുത്ത് അവർ തന്നെ സ്വന്തമായിട്ട് തീരുമാനങ്ങളെടുത്ത് നടപ്പിലാക്കുന്ന ഒരു കാലം. മൊബൈൽ ഫോണുകളുടെ വ്യാപകമായിട്ടുള്ള ഉപയോഗം, കണ്ടുകൂടാത്ത സൈറ്റുകളിൽ പോലും കയറി വീഡിയോകൾ തിരയുന്ന കൗമാര കാലഘട്ടങ്ങൾ. നമ്മുടെ പെൺകുട്ടികളും അത്ര മോശമൊന്നുമല്ല, അവരും ഇതേ കണക്കൊക്കെ തന്നെയാണ് പോകുന്നത്. ആരും ചോദിക്കാനില്ല, ചോദിച്ചാൽ തന്നെ അവരെ ശത്രുവായിട്ട് കാണുന്ന ഒരു കാലഘട്ടം. അച്ഛനും അമ്മയും ഇതിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ പോയി അവർ ആത്മഹത്യ ചെയ്യുക, അല്ലെന്നുണ്ടെങ്കിൽ അവരോടുള്ള ദേഷ്യത്തിന് അവരെ തന്നെ കൊലപ്പെടുത്താൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നടക്കുന്നത്. ഇതിൽ 95% ലഹരിക്ക് അടിമപ്പെടുന്നതാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലഹരിക്ക് അടിമകളായിട്ടുള്ള കുട്ടികളും ഉണ്ട് ഈ കൂട്ടത്തിൽ. അപ്പം ബാല്യകാലം തൊട്ടേ അവരുടെ മനസ്സിനെ ശക്തി പകരുന്ന, അവരൊരു ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അവരാഗ്രഹിക്കുന്ന എല്ലാം മേടിച്ചു കൊടുത്ത് അവരെ ഇങ്ങനെ വളർത്തി വലുതാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആരും ചിന്തിക്കാത്തൊരു കാര്യം അവരുടെ മാനസിക വികാസത്തെക്കുറിച്ചാണ്. ക്രിമിനൽ മെൻറ്റാലിറ്റിയൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടം. ഇപ്പം തന്നെ ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ്. ഒരു ഫോൺ മേടിച്ച് വെച്ചതിന് സ്വന്തം പ്രിൻസിപ്പാളിനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ഒരു ചെറുപ്പക്കാരൻ, ഒരു പയ്യൻ +2 പഠിക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത്? അത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. തീർച്ചയായിട്ടും മാതാപിതാക്കൾ നിങ്ങളുടെ കുട്ടികളെ വളരെ കുട്ടിക്കാലം തൊട്ടേ അവരുടെ ശാരീരികമായിട്ടുള്ള ഒരു വ്യായാമ പരിപാടികൾക്ക് അവരെ വിടുക. അവരെ ഏതെങ്കിലും ആയോധന കലകൾ പഠിപ്പിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിന് സ്ട്രെങ്ത് ആക്കുന്ന യോഗ പോലുള്ള, മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അവരിലേക്ക് പഠനം എന്നുള്ള ഒരു കാര്യം മാത്രം കുത്തി നിറച്ചു കൊടുക്കാതിരിക്കുക. നിങ്ങൾ അവരെ എത്രത്തോളം പ്രസ് ചെയ്യുന്നു നിങ്ങൾ മനസ്സിലാക്കുക, അവർ അത്രത്തോളം നിങ്ങളുടെ ശത്രുക്കളായി മാറാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞ് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കുക. ഞാനൊരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ്. പക്ഷേ ഒരുപാട് കുട്ടികളെയൊക്കെ ദിവസേന നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെയൊക്കെ ഓരോ മാറ്റങ്ങൾ, അവരുടെ ജീവിതത്തിലുണ്ടാകും, ഓരോ കാലഘട്ടങ്ങളിൽ വരുന്ന മാറ്റങ്ങൾ, അവരുടെ മാനസിക നിലയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഇതൊക്കെ ശ്രദ്ധിക്കുന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞു തരുന്നത്. നമ്മുടെ അധ്യാപകരും വളരെ ശ്രദ്ധിക്കുക. കുട്ടികളെ എപ്പോഴും പഠനത്തിനായിട്ട് അവരെ ഫോഴ്സ് ചെയ്യിപ്പിക്കാതിരിക്കുക. പഠനത്തിനേക്കാട്ടി ഉപരിയായിട്ട് അവർക്ക് നല്ല ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാക്കിയെടുക്കാൻ എല്ലാ ഗുരുക്കന്മാരും ശ്രദ്ധിക്കുക, മാതാപിതാക്കൾ ശ്രദ്ധിക്കുക, വീട്ടിലുള്ളവർ ശ്രദ്ധിക്കുക. കാരണം ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലം പോലെ നമ്മൾ വ്യായാമ പരിപാടികൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുമായിട്ടൊക്കെ വരുന്ന സമയത്ത് നമ്മുടെ മനസ്സ് ആ ഒരു സ്പോർട്സിൻ്റെ മേഖലകളിലോട്ടോ ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ കൂടുതൽ ആകർഷകരാകുന്ന ഒരു സമയത്ത് നമുക്ക് മറ്റുള്ള കാര്യങ്ങളിലോട്ടുള്ള ശ്രദ്ധ കുറയും. പഠനകാര്യങ്ങളല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മറ്റുള്ള കൂട്ടുകെട്ടുകളിലോട്ടും അമിതമായിട്ടുള്ള ലഹരികളുടെ ഉപയോഗത്തിലോട്ടും ഒക്കെയുള്ള പോക്കുകൾ കുറയ്ക്കാനായിട്ട് വളരെയേറെ സഹായിക്കും. അതിലുപരിയായിട്ട് അവരുടെ മാനസികാരോഗ്യം വളരെയേറെ മെച്ചപ്പെടുത്തുവാനായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയേറെ സഹായിക്കും. അപ്പം ഫിറ്റ്നസ്സിനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പം കുട്ടികളെ പഠനത്തോടൊപ്പം നല്ല വ്യായാമ പരിപാടികളും അവർക്ക് മാനസികമായിട്ട് അവരെ ശക്തരാക്കുവാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കൊടുക്കുക. വീട്ടിൽ സമയം കിട്ടുമ്പോൾ എല്ലാവരോടും ഒരുമിച്ചിരുന്ന് സംസാരിക്കുക. കുട്ടികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുക. കുട്ടികൾ എന്തെങ്കിലും സംശയങ്ങൾ വന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞ് ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന മാതാപിതാക്കളെ നമ്മൾ കാണുന്നുണ്ട്. ഒരിക്കലും അത് ചെയ്യരുത്. അവരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാതിരിക്കുക, അവരുടെ മനസ്സിനെ ഒരു ക്രിമിനൽ മെൻറ്റാലിറ്റിയിലോട്ട് കൊണ്ടുപോകാതിരിക്കുക. ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ഈ കുട്ടി എന്തോ ആയാലും ചെയ്തത് നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത കാര്യം. ഇപ്പം ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കണ്ടതാണ് തൃശ്ശൂർ നടന്നൊരു സംഭവം. അവിടെ ലഹരി എന്തോ ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എന്ന് ചോദിക്കുന്നു. അപ്പം തന്നെ
കത്തി എടുത്തിട്ട് അയാളെ കുത്തിക്കൊല്ലുന്ന അവസ്ഥ. ഇതും ഒരു +2 വിദ്യാർത്ഥിയാണ് ചെയ്തത്. ഞാൻ മുമ്പേ പറഞ്ഞ അധ്യാപകനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയത് ഒരു +2 വിദ്യാർത്ഥിയാണ്. ഇപ്പം ഈ അടുത്ത സമയത്ത് തന്നെ റോഡിൽ കിടന്നിട്ട് +2 വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ വലിയൊരു പ്രശ്നം, വീട് കയറി ആക്രമിച്ച ഒരു പ്രശ്നം, ഇതെല്ലാം നമ്മുടെ സ്കൂൾ കുട്ടികളിൽ നിന്നുണ്ടാവുന്നതാണ്. അപ്പം എന്തുകൊണ്ടാണ് ഇവരെല്ലാം ഇങ്ങനെ ആയിപ്പോകുന്നത്? നമ്മളുമൊക്കെ പഠിച്ച് വളർന്നവരാണ്. നമ്മുടെ ഒന്നും കാലഘട്ടത്തിൽ ഇങ്ങനെയൊന്നും കണ്ടിട്ട് പോലുമില്ല. നമ്മൾ ഗുരുക്കന്മാരെ തല്ലാൻ പോയിട്ടില്ല. അവർ എന്ത് പറഞ്ഞു, അവരെ കാണുമ്പം തന്നെ നമ്മുടെ മുട്ട് വിറയ്ക്കുന്ന ഒരു കാലഘട്ടം, നമ്മുടെ അച്ഛനും അമ്മയൊക്കെ കാണുമ്പോൾ മുട്ട് വിറയ്ക്കുന്ന ഒരു കാലഘട്ടം ഇതൊക്കെ നമുക്കുണ്ടായിരുന്നു. പക്ഷേ അന്ന് നമ്മൾ വളർന്ന ഒരു രീതിയല്ല ഇപ്പോൾ ഉള്ള കുട്ടികൾ വളരുന്നത് എന്നുള്ള കാര്യം നമ്മുടെ കുട്ടികൾക്ക് നല്ലത് മാത്രം പറഞ്ഞു കൊടുക്കുക, നല്ലത് ചെയ്യാൻ പ്രവർത്തിപ്പിക്കുക, നല്ലത് ചെയ്യാൻ പ്രേരിപ്പിക്കുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ഇനിയും മാതാപിതാക്കളെന്നൊക്കെ പറയുന്നത് അവരുടെ ശത്രുക്കളായിട്ട് മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓർക്കുക, ബിരുദങ്ങൾ മാത്രമല്ല ജീവിതം. കുറേ ബിരുദങ്ങൾ നേടിയതുകൊണ്ടോ നല്ല ഉയർന്ന ഒരു പോസ്റ്റിൽ ജോലി ചെയ്തുകൊണ്ടോ മാത്രം ജീവിതം സുഖകരമാവണമെന്നില്ല. നമുക്ക് നല്ല മാനസിക ആരോഗ്യം വേണം, സന്തോഷകരമായിട്ട് മറ്റുള്ളവരെ ഉൾക്കൊള്ളാനുള്ള മാനസികമായിട്ടുള്ള ശക്തി വേണം, നമ്മുടെ സമൂഹത്തിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി വേണം. ഇതെല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികളെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അപ്പം ഇത് പറയാനായിട്ടാണ് ഇന്ന് വന്നത്. അപ്പം തീർച്ചയായിട്ടും ഇനിയും ഇങ്ങനെയുള്ള സംഭവങ്ങൾ സമൂഹത്തിൽ ഉണ്ടാവാതിരിക്കട്ടെ, ഇങ്ങനെയുള്ള കുട്ടികൾ ഉണ്ടാവാതിരിക്കട്ടെ, അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കാതിരിക്കട്ടെ. നമ്മുടെ ശ്രദ്ധക്കുറവ് മൂലം ആരെയും ഒരു ക്രിമിനലായിട്ട് വളർത്തി വലുതാക്കാതിരിക്കാനായിട്ട് നമ്മൾ മാക്സിമം ശ്രദ്ധിക്കുക. അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ